മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അതീവ സംഘർഷഭരിതമായ അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക എന്നിവർ തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ പ്രദേശത്തെ സമാധാനത്തിന് വലിയ വെല്ലുവിളിയാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് സമാധാനത്തിന് തയ്യാറാണെങ്കിലും ചില നിർണായക ഉപാധികൾ അംഗീകരിക്കണമെന്ന നിലപാട് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രഖ്യാപിച്ച 3 പ്രധാന ഉപാധികൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുകയും ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ സംഘർഷത്തിന് പിന്നിലെ സാഹചര്യം മനസ്സിലാക്കാൻ മധ്യപൂർവേഷ്യയിലെ ദീർഘകാല രാഷ്ട്രീയ സുരക്ഷാ പ്രശ്നങ്ങളെ വിശദീകരിക്കേണ്ടതുണ്ട്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വൈരാഗ്യം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ്. ഇറാന്റെ ആണവ പദ്ധതി, മിഡിൽ ഈസ്റ്റിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ സംഘടനകൾ, സിറിയയിലും ലെബനോണിലും ഇറാന്റെ സാന്നിധ്യം തുടങ്ങിയവ ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചു. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന്റെ സൈനിക സംവിധാനങ്ങൾക്കും ആണവ സൗകര്യങ്ങൾക്കും നേരെ നടത്തിയ ആക്രമണങ്ങളാണ് ഇപ്പോഴത്തെ സംഘർഷത്തെ കൂടുതൽ രൂക്ഷമാക്കിയത്. ഇതിന് മറുപടിയായി ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുകയും ചെയ്തു.